ഇറ്റ്സ് മീ രാഹുൽ. വെൽക്കം ടു റിച്ച് ചാർട്ട് ടോക്സ്. എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിഫ്റ്റിയുടെ ഡേ ലോ ബ്രേക്ക് ചെയ്യുമ്പം എങ്ങനെയാണ് എൻട്രി എടുക്കേണ്ടതെന്ന്. ഡേ ലോ ബ്രേക്ക് ചെയ്യുന്നവരെ എൻട്രി എടുക്കാൻ പാടില്ല. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് റീടെസ്റ്റ് തന്നു കഴിഞ്ഞിട്ട് മാത്രമേ എൻട്രി എടുക്കാൻ പാടുള്ളൂ. കണ്ടോ, ഇത് നമ്മുടെ ഡേ ലോ ആയിരുന്നു 26th. പക്ഷേ 26th ഡേ ലോ ബ്രേക്ക് ചെയ്തു താഴോട്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ, ബ്രേക്ക് ചെയ്ത ഉടനെ ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ അതൊരു ലോസിലോട്ട് പോകും. തിരിച്ച് പോകണം. തിരിച്ച് പോയിട്ട് നമ്മുടെ സപ്പോർട്ടിന് മാറി റെസിസ്റ്റൻസ് ആയിട്ട് മാറും. അതിലൊരു എൻട്രി എടുത്തിട്ട് താഴോട്ട് വരികയാണെങ്കിൽ മാത്രമേ എൻട്രി എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫേക്കായിട്ട് ഒരു ബ്രേക്ക് ഔട്ട് താഴോട്ട് തന്നു. എന്നിട്ട് നേരെ മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോയി. മാർക്കറ്റ് നേരെ മുകളിലോട്ട് കയറിപ്പോയിട്ട് എന്ത് ചെയ്തു? മാർക്കറ്റ് ഈ ഒരു സപ്പോർട്ട് ചെന്നിട്ട് അവിടെ മാർക്കറ്റ് സൈഡ് വേസിൽ പോയി അല്ലേ. ഇന്നലെ ഫുള്ളി സൈഡ് വേസ് ആയിരുന്നു മാർക്കറ്റ്. ഈ ഒരു ഏരിയയിൽ പോയിട്ട് ഫുള്ളി സൈഡ് വേസിൽ പോയി മാർക്കറ്റ്. അത് കഴിഞ്ഞിട്ട് മൂവ്മെൻറ്റ് തന്നില്ല. രാവിലെ 10 o'clock കഴിഞ്ഞിട്ട് ഏകദേശം മാർക്കറ്റ് ഉച്ച കഴിഞ്ഞ് 3 മണി വരെയൊക്കെ തന്നെ മാർക്കറ്റ് ഫുള്ളി സൈഡ് വേസ് ആയിരുന്നു മാർക്കറ്റ്. അത് കഴിഞ്ഞിട്ട് ഒരു മൂവ്മെൻറ്റ് തന്നിട്ടേ ഇല്ല നമുക്ക്. അപ്പം കോള് ഞാൻ നോക്കിയപ്പം കോളിൻ്റെ പ്രീമിയം 0 ആയി, പുട്ടിൻ്റെ പ്രീമിയം 7 ആയി. അതായത് കോളിലെടുത്തവർക്കും പുട്ടെടുത്തവർക്കും വലിയ ഒരു പ്രോഫിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെയായിരുന്നു മാർക്കറ്റ് ഉണ്ടായിരുന്നത്? അപ്പോൾ നാളെ മാർക്കറ്റിൻ്റെ മൂവ് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. നാളെ മാർക്കറ്റിൻ്റെ മൂവ്, നാളെ മാർക്കറ്റിൻ്റെ ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് 23,700 വെക്കാം. സെക്കൻഡ് ടാർഗറ്റായിട്ട് 23,800 വെക്കാം. മാർക്കറ്റ് നാളെ നമ്മുടെ ഇന്നത്തെ ഡേ ഹൈ അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ, ഇതൊരു ഏതാണ് പാറ്റേൺ എന്ന് എല്ലാവർക്കും ഏതാണ് ട്രെൻഡ് എന്നറിയാലോ. ഇന്ന് മാർക്കറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു സൈഡ് വേസ് ട്രെൻഡാണ്. അപ്പം നാളെ മാർക്കറ്റ് ഇവിടുന്ന് ബ്രേക്ക് ചെയ്തിട്ട്, അതായത് നമ്മുടെ സൈഡ് വേസിൽ പോയ ഈ ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് ഡേ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ചു വന്നിട്ട് നമ്മുടെ ഡേ ഹൈയിൽ ടാപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡേ ഹൈയിൽ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് 23,700 750 ഇതൊക്കെ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് വെക്കാം. സെക്കൻഡ് ടാർഗറ്റായിട്ട് നമുക്ക് 23,800 ഇതും വെക്കാം. ഇതാണ് നമ്മുടെ നാളത്തെ ട്രേഡിംഗ് പ്ലാൻ നിഫ്റ്റിയുടെ. മാർക്കറ്റ് ഇവിടുന്ന് ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ബ്രേക്ക് ചെയ്ത ഉടനെ എൻട്രി എടുക്കരുത്. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറഞ്ഞത് ബ്രേക്ക് ചെയ്ത ഉടനെ ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫേക്ക് ബ്രേക്കൗട്ട് ആണെങ്കിൽ നമ്മുടെ ഒരു വ്യൂ തെറ്റിപ്പോവും. നമുക്ക് ലോസ് വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. കാരണം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ആ ഏരിയയിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ തിരിച്ച് മാർക്കറ്റ് നമ്മുടെ ബ്രേക്ക് ചെയ്ത ആ ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ആ സപ്പോർട്ട് വന്നിട്ട് ടാപ്പ് ചെയ്തിട്ട് തിരിച്ച് പോകണമെങ്കിൽ മാത്രമേ ആ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യത്തുള്ളൂ. കണ്ടോ, ഇത് കണ്ടോ, ഞാൻ ഈ ട്രെൻഡ് ലൈൻ ഓൾറെഡി വരച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇതിനകത്ത് ഞാൻ റീലിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ, എൻ്റെ റിച്ച് ചാർട്ട് ടോക്സ് എന്ന് പറഞ്ഞ ചാനലിൽ. അതിൽ അതിനകത്ത് ശരിക്കും ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മുകളിൽ മാർക്കറ്റ് വന്നിട്ട് റീടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മുകൾക്ക് എൻട്രി പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു 30 സെക്കൻഡ് റീലിട്ടുണ്ടായിരുന്നു. ഇതിന് മുകളിൽ മാർക്കറ്റ് പോയി തിരിച്ച് വന്നു, റീടെസ്റ്റ് ചെയ്തു, മുകളോട്ട് പോയി. കേട്ടോ, ആ ഒരു 40, 50, 60 പോയിൻ്റ് അവിടുന്ന് കിട്ടുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഈ ഒരു ഇതിൽ എക്സിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എക്സിറ്റ് ചെയ്തവർക്ക് പ്രോഫിറ്റ് ആയിരുന്നു. അതിൽ കണ്ടിന്യൂ ചെയ്തവരുടെ പ്രീമിയം മെൽറ്റ് ആയിട്ടുണ്ടാവും. കാരണം ഇതിൽ എക്സ്പയറി ഡേ ആയിരുന്നു, ലാസ്റ്റ് ഡേ ആയിരുന്നു. DK അടിച്ചിട്ട് പോയിണ്ടാവും. താഴോട്ടുള്ള സെയിം പ്ലാനാണ്. താഴോട്ട് നാളെ മാർക്കറ്റ് താഴോട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഏരിയ, ഇന്നത്തെ ഈ ഒരു ഏരിയ ബ്രേക്ക് താഴോട്ട് ചെയ്തിട്ട് തിരിച്ചു പോയിട്ട് നമ്മുടെ റെസിസ്റ്റൻസിൽ തട്ടിയിട്ട് താഴോട്ട് വരികയാണെങ്കിൽ ഈ ഒരു പാറ്റേണിൽ താഴോട്ട് മാർക്കറ്റ് വരികയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് 23,400 വെക്കാം. 23,400 ഫസ്റ്റ് ടാർഗറ്റായിട്ട് വെക്കാം. T1 ആയിട്ട് ഇത് വെക്കാം. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് അവിടെ നിന്ന് താഴോട്ട് വരികയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 23,300 മാർക്കറ്റ് നമ്മുടെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ നാളത്തെ ട്രേഡിംഗ് പ്ലാൻ ഇതാണ് നിഫ്റ്റിയുടെ. ഡേ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് നമ്മൾ ഡേ ഹൈയിൽ ടാപ്പ് ചെയ്തിട്ട് മുകളിലോട്ട് പോകുകയാണെങ്കിൽ T1 23,700, അതിന് മുകളിൽ 23,800. ഇതാണ് നാളത്തെ നിഫ്റ്റിയുടെ ട്രെയിനിങ് പ്ലാൻ. നിഫ്റ്റി ജസ്റ്റ് നോക്കാം. ബാങ്ക് നിഫ്റ്റി ഏകദേശം സെയിം മൂവ്മെൻ്റ് ആണ് തന്നിട്ടുണ്ടായിരുന്നത്. ഡേ ലോയിൽ ഒന്ന് വന്നിട്ട് അവിടുന്ന് റെസ്പെക്റ്റ് ചെയ്തിട്ട് ആ ഒരു സപ്പോർട്ട് എടുത്ത് നേരെ ബാങ്ക് നിഫ്റ്റി നേരെ മുകളിലോട്ട് കയറിപ്പോയിട്ട് ഈ ഒരു റെസൾട്ട്സ് ഏരിയയിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് മാർക്കറ്റ് ഇവിടെ വന്ന് നിന്നു. ഇത് ബ്രേക്ക് 51,650 6,550 ഇത് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല മാർക്കറ്റ് അവിടെ വന്നിട്ട് സൈഡ് വേസിൽ പോയി. കണ്ടോ, ക്ലിയർ സൈഡ് വേസ് ട്രെൻഡ് ആയിരുന്നു മാർക്കറ്റിൽ ഇന്ന് പ്രത്യേകിച്ച് വ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മാർക്കറ്റ് നാളെ മാർക്കറ്റ് എൻ്റെ ഒരു വ്യൂ അനുസരിച്ച് നാളെ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസ് ചെയ്യാനേ ശ്രമിക്കത്തുള്ളൂ. കാരണം
മന്ത് എൻഡിങ് ആണ്. മന്ത് എൻഡിങ് ആയതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ട് ഒക്കെ എൻഡിങ് ആണ് നാളെ. ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് ആണ്. അതുകൊണ്ട് മാർക്കറ്റ് ഒരു പോസിറ്റീവിലെ മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് മാർക്കറ്റ് നാളെ കുറച്ച് ഒരു പോസിറ്റീവ് മൂവ് തന്നിട്ട് ക്ലോസ് ചെയ്യാനായിരിക്കും ചാൻസ്. പക്ഷേ ഒരുപാട് വലിയ ടാർഗറ്റൊന്നും നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട. ചെറിയൊരു മൂവ്മെൻറ്റ്, ചെറിയൊരു 40, 50, 60 ടാർഗറ്റ് എടുത്തിട്ട് ആ ഒരു ഏരിയയിൽ നമ്മൾ ജസ്റ്റ് പ്രോഫിറ്റ് എടുത്തിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് ആണ്. മാർക്കറ്റ് താഴോട്ട് പോകാൻ ചാൻസ് കുറവാണ്. മാർക്കറ്റ് മുകളിട്ടാനായിരിക്കും പോകാൻ മേ ബി പ്രോബബിലിറ്റി കൂടുതൽ. മീൻസ് ഡാറ്റ കളക്ഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റ് ഒരു DIAs അതൊക്കെ നമ്മുടെ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സൊക്കെ പറയുന്നത് വെച്ചിട്ട് ഞാൻ കണ്ട ന്യൂസും ഇതൊക്കെ വെച്ചിട്ട് മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് ആണ്, മന്ത് എൻഡിങ് ആണ്, മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഒക്കെ എൻഡിങ് ഡേ ആണ് നാളെ. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് നാളെ പോസിറ്റീവ് ക്ലോസിൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഒരുപാട് ടാർഗറ്റൊന്നും മുകളിൽ പ്രതീക്ഷിക്കേണ്ട. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ചെറിയ ടാർഗറ്റായി T1 ആയിട്ട് ഇത് പ്ലാൻ ചെയ്യാൻ 51,789. അതിൻ്റെ മുകളിൽ 52,006 അല്ലെങ്കിൽ 52,053 ഇതൊക്കെ മുകളിലോട്ട് പ്ലാൻ ചെയ്യാം. അതും പ്ലാൻ ചെയ്യുമ്പോൾ ബാങ്ക് നിഫ്റ്റി 9:30 കഴിഞ്ഞിട്ട് 9:45 വെയിറ്റ് ചെയ്യുക. ബാങ്ക് നിഫ്റ്റി നേരെ മുകളിലോട്ട് കയറിപ്പോണെങ്കിൽ എൻട്രി എടുക്കരുത്. താഴെ വന്നിട്ട് നമ്മുടെ റെസിസ്റ്റൻസിൽ ഒന്ന് ടച്ച് ചെയ്തിട്ട് തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോണെങ്കിൽ താഴെ ചെറിയൊരു ടാർഗറ്റ് നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്. ആ ടാർഗറ്റ് നമുക്ക് മീറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോണെങ്കിൽ T2 മുകളിലോട്ട് കാണാൻ കഴിയും. സെയിം എൻട്രി തന്നെ താഴോട്ടുള്ളത്. മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരികയാണെങ്കിൽ വെയിറ്റ് ചെയ്യണം. തിരിച്ച് വന്നിട്ട് നമ്മുടെ റെസിസ്റ്റൻസിൽ തട്ടിയിട്ട് പിന്നെ താഴോട്ട് മാർക്കറ്റ് വരികയാണെങ്കിൽ ഈ ഏരിയ നമ്മുടെ ഇന്നത്തെ ഡേ ലോ ആയ 52,074 ഈ ഏരിയയിൽ നമുക്ക് 51,084 ഈ ഏരിയയിൽ നമുക്ക് T1 വെക്കാം. ഇതാണ് നാളത്തെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി പ്ലാൻ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.